അതിൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ എ നമ്മളിതിൽ അത് ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ തന്നിരിക്കുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി ഓൺ ഇസഡ് പ്ലസ്. ഇസഡ് പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, 0 ഇല്ല, 1 2 3 അങ്ങനെ പോകുന്ന ഇൻഡിജേഴ്സ് മാത്രം. അപ്പം നമ്മൾ ഒരു സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 എലമെൻറ്റ് എടുക്കുക. വി ഹാവ് 5 and 10 element of z plus. So 5 star 10 is equal to 5 minus 10, which is equal to minus 5, not an element of z plus. Therefore star is not a binary operation on z plus. On z plus. Next problem, അതിൽ ബി എ സ്റ്റാർ ബി ഈക്വൽ ടു എ റേസ് ടു ബി ഡിഫൈൻഡ് ഓൺ ഇസഡ് പ്ലസ്. ഇസഡ് പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് 1 2 3 എക്സെട്ര ഉള്ളത്, 0യും ഇല്ല നെഗറ്റീവ് ഇൻഡിജേഴ്സും ഇല്ല. അപ്പം നമ്മളിവിടെ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ റേസ് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സെട്ര എ ബി ടൈംസ്. So we know that a into a ആണ്, where a element of z plus. We know that multiplication of two numbers, the multiplication of two positive integers is again a positive integer. അപ്പം നമുക്ക് കിട്ടുന്ന എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. നെക്സ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ബൈ എ എടുത്തു കഴിഞ്ഞാലും അഗെയിൻ എ പോസിറ്റീവ് ഇൻറ്റിജർ. സോ ദെർഫോർ എ റേസ് ടു ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സെട്ര എ ബി ടൈംസ് ഈസ് എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. ദെർഫോർ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു a raised to b is a binary operation. Next, c equal to a star b is equal to a minus b on r, real number. Subtraction of two real number is again a subtraction of two real numbers is again a real number. Therefore a star b equal to a minus b is a binary operation on R. നെക്സ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്ന എ സ്റ്റാർ ബി ഈസ് ഡിഫൈൻഡ് as എ സ്റ്റാർ ബി ഈക്വൽ ടു സി വെയർ സി ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ബോത്ത് എ ആൻഡ് ബി. അപ്പം നമ്മളിപ്പോൾ 5ഉം 6ഉം ആണെങ്കിൽ നമ്മൾ അതിനേക്കാളും അത് രണ്ടിലും ഗ്രേറ്റർ 6, അതിനേക്കാളും കൂടിയ ഇൻറ്റിജർ 7. അപ്പം നമുക്കതിനെ റീറൈറ്റ് ചെയ്യാം. സി ഈക്വൽ ടു എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എ കോമ ബി പ്ലസ് 1. സോ അതിൻ്റെ രണ്ടിൻ്റെയും മാക്സിമം വാല്യൂക്കാളും ഒരു വാല്യൂ കൂടുതൽ, ജസ്റ്റ് ഗ്രേറ്റർ ആണ്. അതിൽ എ കോമ ബി എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ് ആണെങ്കിൽ മാക്സിമം ഓഫ് എ കോമ ബിയും എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ് ആയിരിക്കും. സോ മാക്സ് ഓഫ് എ കോമ ബി പ്ലസ് 1 ഈസ് എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. ദെർഫോർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി ഈസ് എ ബൈനറി ഓപ്പറേഷൻ. അടുത്ത പ്രോബ്ലത്തിൽ സ്റ്റാർ ഈസ് ഡിഫൈൻഡ് as എ സ്റ്റാർ ബി ഈക്വൽ ടു സി വെയർ സി ഈസ് അറ്റ്ലീസ്റ്റ് 5 മോർ ദാൻ എ പ്ലസ് ബി, വെയർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡ് പ്ലസിലാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയും ബിയും ഒരു നമ്മളിപ്പോൾ ലെറ്റ് എ ഈക്വൽ ടു 5ഉം ബി ഈക്വൽ ടു 7ഉം എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12-നേക്കാളും അറ്റ്ലീസ്റ്റ് 5 എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇൻറ്റിജർ എന്നൊരു വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ അല്ലാത്ത വി ക്യാൻ ടേക്ക് ലെറ്റ് സി ഈസ് ഈക്വൽ ടു 12 plus 18.5. So this is not an integer.
നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. ബട്ട് വി ക്യാൻ ഇത് ഇൻറ്റീജർ അല്ല. മറ്റതിൽ ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഈസ് ആൻ ഇൻറ്റീജർ ജസ്റ്റ് എബവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോളസ്റ്റ് ഇൻറ്റീജർ. ഇവിടെ ഇൻറ്റീജർ എന്നൊരു വേർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻറ്റീജർ അല്ലാത്ത ഒരു എലമെൻറ്റും സി ആയിട്ട് അസ്യൂം ചെയ്യാം. സോ therefore a star b equal to c, not an element of z plus, therefore star is not a binary operation. on z plus. നമ്മൾ അടുത്ത പ്രോബ്ലം f is equal to on z plus define a star b equal to c where c is the largest integer less than product of a and b. നമ്മളിപ്പോൾ എയും let a comma b is equal to 1. so as a into b is equal to 1 into 1 is equal to 1. so largest integer less than product of a and b. അതിനേക്കാളും താഴെയുള്ള ഇൻറ്റിജർ. അപ്പോൾ സി വിൽ ബി ഈക്വൽ ടു 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഇനി അതിലെ സെക്കൻഡ് പ്രോബ്ലം draw the composition table for the binary operation addition modulo 5 on the set z5 equal to 0 1 2 3 4. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ആദ്യം ഓപ്പറേഷൻ സൈഡിൽ എഴുതുക, എലമെൻറ്റ്സ് റോ ആയിട്ടും കോളായിട്ടും എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 0 പ്ലസ് 0 0 0 പ്ലസ് 1 1 0 പ്ലസ് 2 2 0 പ്ലസ് 3 3 0 പ്ലസ് 4 4 1 പ്ലസ് 0 1 1 പ്ലസ് 1 2 1 പ്ലസ് 2 3 1 പ്ലസ് 3 4 1 പ്ലസ് 4 5 വരുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ആണ് വേണ്ടത്. 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൻ്റെ റിമൈൻഡർ ഇറ്റ് ഈസ് 0. അടുത്ത് 2 പ്ലസ് 0 2 5നും 5 ആൻഡ് എബവ് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. 2 പ്ലസ് 1 3 2 പ്ലസ് 2 4 അടുത്ത് 2 പ്ലസ് 3ക്ക് 5 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. 2 പ്ലസ് 4 6 റിമൈൻഡർ 1 3 4 റിമൈൻഡർ 3 പ്ലസ് 2 5 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം റിമൈൻഡർ 0. 3 പ്ലസ് 3 6 റിമൈൻഡർ 1 3 പ്ലസ് 4 7 റിമൈൻഡർ 2 4 പ്ലസ് 0 4 4 പ്ലസ് 1 റിമൈൻഡർ 0 4 പ്ലസ് 2 റിമൈൻഡർ 1 4 പ്ലസ് 3 7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിമൈൻഡർ 2 4 പ്ലസ് 4 8 8നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3. ഇതാണ് അതിൻ്റെ കോമ്പോസിഷൻ ടേബിൾ. അടുത്ത പ്രോബ്ലം തേർഡ് പ്രോബ്ലം ഡ്രോ ദ കോമ്പോസിഷൻ ടേബിൾ ഫോർ ദ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ഓൺ ദ സെറ്റ് എസ് ഈക്വൽ ടു 1 2 3 4 5 ഈസ് ദ ഓപ്പറേഷൻ എ ബൈനറി ഓപ്പറേഷൻ ജസ്റ്റിഫൈ. അപ്പം നമ്മളത് ചെയ്യണതിന് അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ലെഫ്റ്റ് സൈഡിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെ എഴുതുക. എലമെൻറ്റ്സ് 1 2 3 4 5 എന്നായിട്ട് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 1 1 1 into 2 2 1 into 3 3 1 into 4 4 1 into 5 5. അടുത്ത് 2 into 1 2 2 into 2 4 2 into 3 6 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0. 2 into 4 8 8നെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 2 2 into 5 10 റിമൈൻഡർ 4. 3 into 1 3 3 into 2 6 6ന് 0. 3 into 3 9 9നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3. 3 into 4 12 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. 3 into 5 15 റിമൈൻഡർ 3. 4 into 1 4 4 into 2 8 8നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 2. 4 into 3 12 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. 4 into 4 16 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 minus 12 4 4 into 5 20 20 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 18 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിമൈൻഡർ 2. 5 into 1 5 5 into 2 10 10 minus 6 4 5 into 15 15 minus 12 is 3
5 into 4 20, 20 minus 18 2, 25 വരുമ്പോൾ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ കോമ്പോസിഷൻ ടേബിൾ വരച്ചു, ഇനി അത് ബൈനറി ഓപ്പറേഷൻ ആണോ? ഇതിൽ 0 എന്നുള്ള എലമെൻറ്റ് നമ്മുടെ എസ്സിലുള്ളതല്ല. ഹിയർ 2-3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണത്തിന് എഴുതാം. 2 multiplication modulus 6 3 is equal to 0, not an element of S. Therefore, multiplication modulus 6 is not a binary operation on S.